Okay, all of you mark your attendance. Good afternoon. Good afternoon. Okay, നമ്മൾ ഇന്ന് സ്റ്റോറി അല്ലേ, ഇതെല്ലാം അൻവിതയിലൊക്കെ കുറെ ദിവസമായി പറയാൻ തുടങ്ങി. നമുക്കൊരു സ്റ്റോറി പഠിക്കാം അല്ലേ? എന്താ സ്റ്റോറിയുടെ നെയിം അറിയോ? The Lion and the Cows. എന്താണ്? The Lion and the Cows അല്ലേ? The Lion ആരാ ലയൺ? നാട്ടിലെ രാജാവായ രാജാവാണല്ലേ സിംഹം. അതിന്റെ ഗമയൊക്കെ ഉണ്ടാവും ആർക്ക്? സിംഹത്തിന് അല്ലേ? അപ്പൊ the lion and the cows. കൗ പറഞ്ഞാരാ? കൗ പശു. ഓക്കെ, അത് അങ്ങനെ കൗ എന്ന് പറഞ്ഞ പശു. കൗസ് എന്ന് പറഞ്ഞാലോ വെരി ഗുഡ്, ആണല്ലേ? അപ്പൊ ദ ലയൺ ആൻഡ് ദ കൗസ് എന്ന സ്റ്റോറിയുടെ നെയിം ഉറക്കെ പറഞ്ഞാലേ. ദ ലയൺ ആൻഡ് ഓക്കെ, ഒരു കാര്യം മിസ് പറയാ, എല്ലാവരും ഓക്കെ, ഒരുപാട് മിസ് പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ ഒരുപാട് സ്റ്റോറി ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറി പഠിച്ചു. മാനസ മിസ് ഒരുപാട് സ്റ്റോറി പറഞ്ഞു, എന്നിട്ട് ഒരു സ്റ്റോറി പോലും കാണാതെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചില്ല അല്ലേ? എന്തുകൊണ്ടാ പഠിച്ചില്ല? എന്തുകൊണ്ടാ? അത് മോശമായി പോയി അല്ലേ? നമ്മൾ എന്തിനാ പഠിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. അപ്പോ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്തിനാ ഓരോ സ്റ്റോറിയും യെസ് ഓക്കെ. അപ്പൊ മിസ് പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാവരും മ്യൂട്ടൊക്കെ ആക്കി വെച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ പറഞ്ഞേ? അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ നെയിം എന്താ? ദ ലയൺ ആൻഡ് ദ കൗസ് അല്ലേ? ലയൺ എന്ന് പറഞ്ഞ സിംഹാണ്, കൗസ് പശുക്കളല്ലേ? ഓക്കെ, ദ ലയൺ ആൻഡ് ദ കൗസ്. അപ്പോ നമ്മൾ സ്റ്റോറി പഠിക്കുന്ന എന്തിനാ? എല്ലാവരും പഠിച്ചു വെക്കണം അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷ് സ്റ്റോറിയും ഒരുപാട് മലയാളം സ്റ്റോറിയും ഒരുപാട് റൈംസ്, ഇംഗ്ലീഷ് റൈംസും മലയാളം റൈംസും ഒക്കെ എന്തിനാ പഠിക്കുന്നേ? കുഞ്ഞുമക്കൾ ഒരുപാട് കഥയും സ്റ്റോറിയും റൈംസും ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? വേണോ വേണ്ടയോ? യെസ് ഓർ നോ? ഷോ ലൈക്ക് ദിസ്. യെസ്. അപ്പോ പഠിച്ചിരിക്കണല്ലേ നമ്മളത്? അപ്പൊ മിസ്സുമാർ വായതോരാതെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അതൊരു പഠിക്കുന്നില്ലെങ്കിൽ എന്താ ഗുണമുള്ളത്? ഒന്നുമില്ല അല്ലേ? മിസ് കുറെ ചിഹ്നങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാരും മറന്നുപോയോ? ഇല്ല അല്ലേ? അതൊക്കെ ഓർത്ത് വെക്കണം അല്ലേ? യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയുടെ നെയിം ആണ് ദ ലയൺ ആൻഡ് ദ കൗസ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ? ദ ലയൺ ആൻഡ് ദി കൗസ്. സ്റ്റോറി അല്ലേ? ഓക്കെ, പിക്ചർ കാണിക്കും, ഇവിടെ ശ്രദ്ധിക്കണം. ദ ലയൺ ആൻഡ് ദി കൗസ്. ഒരു ലയണും ഒരുപാട് കൗസും ഉണ്ട്. കാണുന്നുണ്ടോ പിക്ചറ്? കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഇത് തയ്യാറാക്കി കൊണ്ടുവന്നേ ഞാൻ കാണിക്കാൻ. ഓക്കെ, കണ്ടോ? ഒരു തോടിന്റെ പുഴയുടെ തീരത്തിൽ കൗവുണ്ട്. ഇത് മുഴുവൻ കൗവാണല്ലേ? ലയണിനെ കണ്ടിട്ടില്ല. ഇല്ല, ലയൺ രംഗത്ത് വരുന്നതേ ഉള്ളൂ. ഇതാ ലയൺ. ഇവിടെ കാണുന്നുണ്ടോ? ഇതിലേ പോകുന്നേ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ലയണിന് രംഗത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോ എന്താണ് കഥ? എങ്ങനെയാ പറയുന്നത് നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കണേ. ഓക്കെ,
അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോ നമ്മുടെ സ്റ്റോറിയുടെ നെയിം എന്താ? ദ ലയൺ ആൻഡ് കൗ. അപ്പോ കഥ എങ്ങനെയാ നമ്മൾ പറയുമ്പോ വൺസ് അപ്പോൺ എ ടൈം, ശ്രദ്ധിച്ചു കേൾക്കണം, അന്നാലേ പഠിക്കാൻ പറ്റൂ. Once upon a time, there lived 4 cows in a forest. Once upon a time, there lived 4 cows in a forest. എന്താ ഫോറസ്റ്റ്? ഫോറസ്റ്റ് പറഞ്ഞ കാട് എന്നാണ് അർത്ഥം അല്ലേ? വനം. അപ്പോ പണ്ട് ഒരിടത്ത് ആര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു? There lived in a cows, lived 4 cows, 4 പശുക്കളും ഫോറസ്റ്റിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ലിവിഡ് ജീവിക്കും. Every day they used to graze together in a particular place. അല്ലേ? എന്താണ്? എവരി ഡേ, എല്ലാ ദിവസവും അവരെന്ത് ചെയ്യും? ഗ്രേസ് പുല്ല് തിന്നാൻ വേണ്ടി ഒന്നിച്ച് ഒരു പെർട്ടിക്കുലർ, പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടും അല്ലേ? എവരി ഡേ, എല്ലാ ദിവസവും അല്ലേ? They used to graze together in a particular place. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? Once upon a time there lived 4 cows in a forest. Every day they used to graze together in a particular place. Okay? Clear ആണോ? എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ അവർ ഒത്തുകൂടിയതാണ് ഈ കാണിക്കുന്നത്. കൗസ് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് എല്ലാവരും കൂടെ ഉണ്ടോ? കുറച്ച് കൗസ്, 4 ആളെ കാണുന്നില്ല ഇവിടെ? നദിയുടെ തീരത്ത് ഇങ്ങനെ പുല്ല് തിന്നോണ്ടിരിക്കുന്നല്ല, എല്ലാവരും കൂടിയിട്ട് 4 പേരും. ഓക്കെ, 4 കൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്താണ്? Once upon a time there lived 4 cows in a forest. Every day they used to graze together in a particular place. ഒരു പ്രത്യേക സ്ഥലത്ത് അവരെപ്പോഴും ഒത്തുകൂടും അല്ലേ? പുല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ ഒത്തുകൂടി നിൽക്കും. എന്നിട്ടെന്താ? വൺ ഡേ മിസ് എന്താ പറഞ്ഞേ? ഒരു സിംഹവും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? Okay, one day lion passed on the way and saw the cows. എന്ത് ചെയ്തു? ഒരു ദിവസം one day എന്ത് ചെയ്തു? Lion passed on the way and saw the cows. അല്ലേ? കൗസിനെ ഇതുണ്ടോ അതിലെ പാസ് ചെയ്യുന്നതാ ലയൻ. കണ്ടോ ലയണ്ണ? എന്നിട്ട് എന്ത് ചെയ്തു? കൗസിനെ കണ്ടു അല്ലേ? ഈ കൗസ് ഇങ്ങനെ പുല്ല് ഭക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ? അവരേതാ കണ്ടു. എന്നിട്ടോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? Once upon a time there lived 4 cows in a forest. എന്നിട്ടോ പറഞ്ഞു മിസ്സേ? Every day they used to graze together in a particular place. അല്ലേ? അങ്ങനെ അവര് സുഖമായി ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് നല്ല ഇങ്ങനെ 3-4 പേര് ഇങ്ങനെ സുഖിച്ച് ജീവിക്കണല്ലേ? അപ്പോഴേക്ക് എന്തായി? ഒരു ദിവസം one day lion passed on the way and saw the cows. അല്ലേ? ലയൻ അതുവഴി പോയ സമയത്ത് ആരെ കണ്ടു? ആരെയാ കണ്ടേ? എത്ര കൗസ് ഉണ്ടായിരുന്നു? 4. 1 2 3 4. അപ്പൊ ലയൺ കണ്ടു അല്ലേ? ലയൺ ആരാണ്? കാട്ടിലെ രാജാവായ ലയൺ കണ്ടു. അപ്പൊ ലയൺ എന്ത് തോന്നിയിട്ടുണ്ടാവും? ലയണിലെ പാസ് ചെയ്ത് പോയി അല്ലേ?
ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം അല്ലെ. നമുക്ക് അടുത്ത പിക്ചറിൽ എന്താ നോക്കാം. The lion went near the cows. എന്ത് ചെയ്തു? The lion went near the cows. കൗസിന്റെ അടുത്തേക്ക് പോയി അല്ലേ. When the cows saw the lion, all of them fought against it. The lion ran away. അപ്പൊ അവര് 4 പേരുണ്ടായിരുന്നു അല്ലേ. അപ്പൊ സിംഹം അടുത്തേക്ക് വന്ന സമയത്ത് എന്ത് ചെയ്തു? അവര് സിംഹം അടിച്ചു തിന്നു അല്ലേ. അവര് 4 പേരും കൂടെ എന്ത് ചെയ്തു? 4 cows കൂടി എന്ത് ചെയ്തു? സിംഹത്തിനെ എതിരായിട്ട് ഫോട്ട് ചെയ്തു അല്ലേ. അങ്ങനെ ആര്? സിംഹം പേടിച്ചിട്ട് ഓടിപ്പോയി അല്ലേ. അവര് 4 പേരുണ്ടായത് കൊണ്ട് സിംഹം പേടിച്ചിട്ട് പോയി. തിന്നാനൊന്നും പറ്റിയില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ ഒരാളാണെങ്കിൽ പേടിച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? സിംഹം കഴിക്കും അല്ലെ. ഒറ്റൊരു കൗവേ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ 4 പേരുണ്ടായതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് ഫൈറ്റ് ചെയ്ത് ജയിച്ചു അല്ലേ. അപ്പൊ സിംഹം പേടിച്ചിട്ട് റാനവേ ഓടിപ്പോയി അല്ലേ. ഓടിപ്പോയി. ഓക്കെ, മനസ്സിലായോ അതുവരെ? എന്നിട്ടോ അടുത്ത കഥയുടെ എൻഡിങ്ങിലേക്ക് എത്തുന്നത്ര നമ്മളല്ലേ. നെക്സ്റ്റ് എന്താ പറയുന്നേ? അടുത്ത് നമുക്ക് നോക്കാം. കണ്ടോ? ഓടിപ്പോന്ന കണ്ടോ? 4 പേരും കൂടെ കണ്ടോ? 4 കൗസും കൂടി ലയണിനെ കണ്ടോ? ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക. അപ്പൊ ലയൺ ഓടിപ്പോവും. കാണുന്നുണ്ടോ നിങ്ങള്? യെസ് ആണോ? അപ്പൊ നെക്സ്റ്റിൽ എന്താ നമുക്ക് നോക്കാം അല്ലെ. അടുത്തേ എന്ത് ചെയ്തു? അങ്ങനെ ഓടിപ്പോയി അല്ലേ ലയൺ. After some days, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തുണ്ടായി? After some days, the cows quarreled each other and began to graze in different places. ശ്രദ്ധിക്കണേ. എന്ത് ചെയ്തു? After some days, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? The cows quarreled. തമ്മില് അവര് കലഹായി അല്ലേ. കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ തെറ്റിപ്പിരിയാൻ തുടങ്ങി. എന്നിട്ടോ each other and began to graze in different places. വ്യത്യസ്ത സ്ഥലങ്ങളിലായി പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അവര് പുല്ല് മേയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലായി. അപ്പൊ ഒറ്റക്കൊറ്റക്കായി അല്ലേ. മനസ്സിലായോ? After some days, the cows quarreled each other and began to graze in different places. അപ്പൊ എന്തായി? The lion came there and killed them one by one. അപ്പൊ എന്ത് വന്നു? ആര് വന്നു? ആരാ വന്നേ? The lion വന്നു അല്ലേ. Came there, എന്നിട്ടോ and killed them one by one. ഓരോരാളെയായിട്ട് ആര്? ലയൺ കൊല്ലാൻ തുടങ്ങി. ഒറ്റക്കല്ലേ ഉള്ളൂ. ഇതുണ്ടോ? ലയൺ ഒരു കൗവേ ഉള്ളൂ അവിടെ അല്ലേ. കൗവേ ഉള്ളു. അതുകൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവര് തമ്മിൽ കലഹിച്ച് വേറെ വേറെ സ്ഥലങ്ങളിലായി അല്ലേ പുല്ല് കഴിക്കുന്നത്. അപ്പൊ അവരൊറ്റക്കായി. അപ്പൊ ആര് വന്നു? ലയൺ വന്നു. ലയൺ came there and എന്താ? killed them one by one. ഓരോരാളെയായിട്ട് കൗവിനെ പിടിച്ചു തിന്നാൻ തുടങ്ങി അല്ലേ. തോൽപ്പിച്ചിട്ട്. എന്ത് ചെയ്യാനാ? സങ്കടായി എല്ലാവർക്കും. എന്താ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? മിസ് ഇപ്പം പറഞ്ഞ കഥയിൽ നിന്ന് ദ ലയൺ ആൻഡ് ദ കൗസ് എന്ന് പറഞ്ഞ ആ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒന്നിച്ച് നിൽക്കണം അല്ലേ. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായിട്ടേ? വെരി ഗുഡ് ലുബാബ. ഒരുമിച്ച് നിൽക്കണം അല്ലേ. ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ അല്ലേ. അവർക്കെതിരായി ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലേ. ഒറ്റക്കെട്ടാണെങ്കിൽ പറ്റുമോ?
അവര് 4 പേരുണ്ടായ സമയത്ത് 4 കൗസ് 4 കൗസ് ഉണ്ടായ സമയത്ത് എന്താണ് സിംഹത്തിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? നോ. പിന്നീട് ഒറ്റക്കൊറ്റക്ക് അവര് തമ്മിൽ കലഹിച്ചിട്ട് ഒറ്റക്കൊറ്റക്കായ സമയത്തോ ലയൺ വന്നു ഓരോരാളെയായിട്ട് എന്ത് ചെയ്തു? പിടിച്ചു തിന്നു അല്ലേ? അപ്പൊ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്? ഒരുമിച്ച് പോരാടണം അല്ലേ? നമ്മള് എന്തിനും എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലേ? എന്നാലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ? അതിന് മനസ്സിലായത് അതാണോ? എന്താണ് ഇതിൽ കിട്ടുന്ന മോറൽ? എന്താ ഈ സ്റ്റോറിന്ന്? ഒന്നുകൂടി പറഞ്ഞ. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഒത്തൊരുമിച്ചാൽ മലയും പോരും അല്ലെ? അതുപോലെ മലയാളത്തിൽ പറഞ്ഞ എങ്ങനെയാ? ഐകമത്യം മഹാബലം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഒത്തൊരുമിച്ചാൽ എന്ത് ചെയ്യാ? നമുക്ക് മല വരെ എടുത്ത് നടക്കാൻ പറ്റൂ അല്ലേ? അതാണ് ഈ ഒരു സ്റ്റോറിന്ന് മക്കൾക്ക് കിട്ടേണ്ട മോറല്. തമ്മിൽ കലഹിക്കാനോ ഒന്നും പാടില്ല അല്ലേ? എന്ത് ചെയ്യണം? ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരുമിച്ച് നിൽക്കണം. എന്നാലേ നമുക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റൂ അല്ലേ? ഇപ്പൊ സിംഹത്തിന് കൗസിന് രക്ഷപ്പെടാൻ പറ്റാതെ എന്താ? ആദ്യം ഒറ്റക്കെട്ടായി നിന്ന സമയത്ത് അവർക്ക് സിംഹത്തിൽ നിന്ന് രക്ഷല്ലേ? പിന്നീട് ഒറ്റക്കായ സമയത്തോ സിംഹം അവരെ തിന്നു അല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇനി ഈ സ്റ്റോറിന് കിട്ടിയ മോറൽ എന്താ നിങ്ങൾക്ക്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ആദ്യം മുതൽ മിസ് പറയാ. എന്താണ് നമ്മുടെ അത് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്? വെരി ഗുഡ്. The Lion and the Cows. The Lion and the Cows. എന്താണ് നമ്മളൊക്കെ പറഞ്ഞ കഥ? Once upon a time there lived 4 cows in a forest. Every day they used to graze together in a particular place. അല്ലേ? നെക്സ്റ്റ് എന്താ പറഞ്ഞത് അടുത്തത്? One day lion passed on the way and saw the cows. ആ വഴി പോയപ്പോ കൗസിനെ ആര് കണ്ടു? ലയൺ കണ്ടു. The lion went near the cows. When the cow saw the lion, all of them fought against it. The lion ran away. അപ്പൊ എന്ത് ചെയ്തു? എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് പോരാടിയപ്പോഴേ ലയൺ ഓടിപ്പോയി. നെക്സ്റ്റ്, ആഫ്റ്റർ സം ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, the cows quarreled each other and began to graze in different places. 4 cows തമ്മിൽ കലഹിച്ചിട്ട് എന്ത് ചെയ്തു? വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് മേയാൻ തുടങ്ങിയല്ലേ? അപ്പോഴോ the lion came there and killed them one by one. ഓരോരാളെയായിട്ട് ആ സമയത്ത് ലയൺ വരികയും ഓരോരാളെയായിട്ട് ഒന്ന് ഭക്ഷിക്കുകയും ചെയ്തു അല്ലേ? ഇതാണ് കഥ. അപ്പോ ഇതിൽ നമുക്ക് കിട്ടിയ മോറല് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് അല്ലേ? ഒത്തൊരുമിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. ഐകമത്യം മഹാബലം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, മനസ്സിലായോ? ഈ കഥ പഠിച്ചോ? നിങ്ങള് പഠിച്ചോ? കഥ പഠിച്ചോ? സ്റ്റോറി കാണാതെ അറിയാൻ പറ്റുമോ? ഇപ്പോ എന്താണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. Once upon a time there lived 4 cows in a forest. Every day they used to graze together in a
particular place. അല്ലേ? പിന്നെയോ one day lion passed on the way and saw the cows. ലയൺ ആ വഴി പോയപ്പോ കൗസിനെ കണ്ടു. എന്നിട്ടോ the lion went near the cows. When the cows saw the lion, all of them fought against it. The lion ran away. എല്ലാരും കൂടി എതിർത്ത് നിന്നപ്പോൾ ലയൺ എന്ത് ചെയ്തു? ran away, ഓടിപ്പോയി. അല്ലേ? After some days, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം the cows quarreled each other and began to graze in different places. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ എങ്ങനെയാ? പശുക്കളൊക്കെ കലഹിച്ച് വെവ്വേറെ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, പുല്ലുമേയാൻ തുടങ്ങി. അല്ലേ? The lion came there and killed them one by one. ആ സമയത്ത് എന്ത് ചെയ്തു? ലയൺ ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് വരികയും ഓരോരാളെയായിട്ട് കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു. അല്ലേ? The lion and the cows. സ്റ്റോറിയുടെ നെയിം അല്ലേ? എന്താണ് നമ്മുടെ മോറൽ നമുക്ക് ഇന്ന് കിട്ടിയേ? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ശത്രുക്കളിൽ നിന്ന് ജയിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെല്ലാവരും? ഒരുമയോടെ നിൽക്കണം അല്ലേ? എന്നാലേ നമുക്ക് എന്തും നേടിയെടുക്കാനും വിജയിക്കാനും പറ്റും. യൂണിറ്റി ഈസ് പറഞ്ഞു നോക്കിയ ശകലെ. എന്തേ ശകലെ? അമ്മ ഇവിടെ സ്റ്റോറി ഒക്കെ പഠിച്ചു കഴിഞ്ഞു. Unity is strength. The lion and the cows. Okay, very good. Unity is strength. Okay, അപ്പൊ അടുത്ത ദിവസം അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ ഇത് ചോദിക്കുവേ. പഠിച്ചു വെക്കണേ എല്ലാവരും. അന്നാ കഥയുടെ പേര്? Unity. കഥയുടെ പേരെന്താ? The lion and the cows. ഒരു പാട്ട് കേൾക്കാം. ഓക്കെ? കേൾക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ. കേൾക്കുന്നുണ്ടോ? കാറ്റുണ്ടോ? സൗണ്ട് ഇല്ലേ മക്കളെ? അമ്മേ അമ്മേ അമ്പിളി മാമൻ ആലിൻ കൊമ്പത്താകാശത്തുണ്ടോ? ഇക്കര ചക്കര മാവിൻ കൊമ്പത്ത് ഈണത്തിൽ പാടും താളത്തിൽ പാടും കുഞ്ഞിക്കാറ്റുണ്ടോ? കുഞ്ഞിക്കാറ്റുണ്ടോ?
കുന്നിൽ അമ്പരമേട്ടിൽ അങ്ങേ കുന്നിൽ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്പിളി മാമൻ അമ്പിളി മാമൻ. ഓക്കെ, പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? നൂഹയല്ലേ ഡാൻസ് കളിക്കുന്ന ഞാൻ കണ്ടുള്ളൂ. ശകലെല്ലാം പാട്ട് കേട്ട് ഒരു ഭാവം പോലും കണ്ടില്ല, ഇല്ലേ ശകലേ? ഒന്നുകൂടെ കേൾപ്പിക്കുവോ? ഒന്നുകൂടി കേൾപ്പിക്കണോ? എല്ലാരും നാടി കളിച്ചേ. അമ്മേ അമ്മേ അമ്പിളി മാമൻ ആലിൻ കൊമ്പത്താകാശത്തുണ്ടോ ഇക്കര ചക്കര മാവിൻ കൊമ്പത്ത് ഈണത്തിൽ പാടും താളത്തിൽ പാടും കുഞ്ഞിക്കാറ്റുണ്ടോ കുഞ്ഞിക്കാറ്റുണ്ടോ. ഉത്തരം തന്നാൽ ഉമ്മയും തന്നാൽ ഊഞ്ഞാലിലാടി വരാ മൂരെല്ലാം ചുറ്റി വരാ. ഉത്തരം തന്നാൽ ഉമ്മയും തന്നാൽ ഊഞ്ഞാലിലാടി വരാ മൂരെല്ലാം ചുറ്റി വരാ. എന്നോട് കയ്യിൽ എന്തെല്ലാം ഉള്ളതെന്നോ എന്നോട് കയ്യിൽ എന്തെല്ലാം ഉള്ളതെന്നോ. ഏതോ പൂവല ഏതേതോ പൂവല ഏഴിലം പൂക്കളാണേ. ഏതോ പൂവല ഏതേതോ പൂവല ഏഴിലം പൂക്കളാണേ. ഐലേസാ ഒറ്റത്തുമ്പി ഓണത്തുമ്പി ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടു കളിച്ചീടാ. ഒറ്റത്തുമ്പി ഓണത്തുമ്പി ഓലത്തുമ്പത്തോലക്കം ഞാലക്കം തൊട്ടു കളിച്ചീടാ. അമ്പരമേട്ടിൽ അങ്ങേ കുന്നിൽ അമ്പരമേട്ടിൽ അങ്ങേ കുന്നിൽ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്മേ അമ്പിളി അമ്മാവൻ അമ്പിളി മാമൻ അമ്പിളി മാമൻ അമ്പിളി മാമൻ. ഓക്കെ, Who's ready to ഓക്കെ മക്കളെ, hatch some cool pets? Click here to make your very own monster on Adapted Mind, where monsters teach you. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞു കേട്ടോ, കഴിയാറായി. എല്ലാരും ഉഷാറായി അല്ലേ? നോക്കണേ. റിയാനൊക്കെ അമ്മയും കൂട്ടിയായിരുന്നു കഴിച്ചതല്ലേ? ഓക്കെ, അൻവിജന്റെ ഹോംവർക്ക് നോക്കണേ. നോക്കേ. താങ്ക് യു, വെൽക്കം, ടാറ്റ, ബൈ ബൈ. ബൈ ബൈ. ഓക്കെ, ബൈ, സി യു. ഓക്കെ,
Okay. Bye. Bye.